ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹാരിസ് ഓൺലൈൻ ഷോപ്പിയുടെ കേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് അപ്ഡേറ്റ്സുകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് മൊത്തത്തിൽ 3 കേസുകളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിച്ചത്. അപ്പോൾ നമുക്ക് ഓരോ കേസ് അപ്ഡേറ്റിലേക്ക് വരാം. ഫസ്റ്റ് കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതാണ് അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് നടന്നത് ജസ്റ്റിസ് CS സുധ മാമിന്റെ ബെഞ്ചിലാണ്. കോർട്ട് നമ്പർ 3C ഐറ്റം നമ്പർ 8 ആയിട്ടാണ് പരിഗണിച്ചത്. ജസ്റ്റിസ് സുധ മാമിന്റെ ബെഞ്ചിൽ അവിടെ നാം ഏവർക്കും അറിയാവുന്ന പോലെ ഓൾറെഡി ബഹുമാനപ്പെട്ട കോമ്പറ്റന്റ് അതോറിറ്റി പബ്ലിക് ഓപ്ഷൻ അല്ലെങ്കിൽ സെയിൽ പ്രോസസ്സുമായിട്ട് പോകുന്നതിന് ഒരു ഇന്ററിം ഓർഡർ ഓൾറെഡി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CS സുധ മാമിന്റെ ബെഞ്ചിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും കേസ് വിളിച്ചപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ റൈസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ മേലുള്ള കൗണ്ടർ റെസ്പോൺസ് അല്ലെങ്കിൽ കൗണ്ടർ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇനിയും സമയം വേണമെന്നാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുധ മാമിന്റെ ബെഞ്ചിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സുധ മാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ററിം ഓർഡർ സെയിൽ പ്രോസസ്സും ബാക്കിയുമായിട്ടുള്ള പബ്ലിക് ഓപ്ഷനും ആ ഇന്ററിം ഓർഡർ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇനിയിപ്പോൾ ഫർദർ ഹിയറിംഗ്സിന് വേണ്ടി ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 ജൂണിന് ജൂൺ 2-ാം തീയതിയാണ് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഇന്ററിം ഓർഡർ പൊതുലേലമോ പബ്ലിക് ഓപ്ഷനോ അല്ലെങ്കിൽ സെയിൽ പ്രോസസ്സുമായിട്ട് കോമ്പറ്റന്റ് അതോറിറ്റിക്ക് യാതൊരു സ്റ്റെപ്സും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ്, രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടും ലിങ്ക്ഡ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ FIR ശ്രീ വത്സൻ കൊടുത്തിരിക്കുന്ന FIR പോസ്റ്റ് ചെയ്യുന്നതും ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ശ്രീ മനു MJ ഹൈറിച്ചിന്റെ ക്രിപ്റ്റോ കറൻസിയായ HRC കോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള FIR പോസ്റ്റ് ചെയ്യണമെന്ന് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളായിരുന്നു. അത് കോർട്ട് നമ്പർ 8A ഐറ്റം നമ്പർ 119 119 ആയിട്ടാണ് പരിഗണിച്ചത്. അത് നടന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ചിലായിരുന്നു. അപ്പോൾ കേസ് വിളിച്ചപ്പോൾ തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെന്റ് ചെയ്തത് ന്യൂട്രൽസ് ലോയിലെ റിനൗണ്ട് അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറും അതുപോലെ രാജേഷ് സാറും. എല്ലാ കേസിലും മനോജ് സാറും അതുപോലെ രാജേഷ് സാറും തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ കേസ് വിളിച്ചപ്പോൾ തന്നെ ഓൾറെഡി ഈ ശ്രീ വത്സൻ കൊടുത്തിരിക്കുന്ന FIR മേൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കൗണ്ടർ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മനു MJയുടെ FIR മേലുള്ള ഒരു റിപ്പോർട്ട് വിശദീകരണം തേടിയിരുന്നു. അത് നമുക്ക് സൈറ്റിൽ നോക്കുമ്പോൾ 14 മാർച്ചിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സബ് ഇൻസ്പെക്ടറിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിപ്പോ കോർട്ട് സെഷൻ വിളിച്ചപ്പോൾ നമുക്ക് കോർട്ട് സെഷൻ കാണാൻ വേണ്ടി സാധിച്ചത് ആ കൗണ്ടർ റെസ്പോൺസുമായിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാർ അവിടെ റേസ് ചെയ്തത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ആ കൗണ്ടർ റെസ്പോൺസിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തില് ഒന്ന്, ഇത് ഈ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ പ്രൈസ് ചിപ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് സ്കീംസ് ആക്ടിൽ വരില്ല എന്നുള്ള ഒരു കാര്യം അവിടെ റേസ് ചെയ്തു. അതുപോലെ തന്നെ ആ കൗണ്ടർ റെസ്പോൺസിൽ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ മേല് GSTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സമയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് അഡ്വക്കേറ്റ് മനോജ് ജോസ് സാർ ആവശ്യപ്പെട്ടായിരുന്നു. കാരണം GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല അലിഗേഷൻസ് ആ കൗണ്ടർ റെസ്പോൺസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രൂഫ് ബഹുമാനപ്പെട്ട ഓണറബിൾ കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അഡ്വക്കേറ്റ് മനോജ് ജോസ് സാർ റേസ് ചെയ്തത്. അതുപോലെ തന്നെ കൗണ്ടർ റെസ്പോൺസിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ FIR റേസ് ചെയ്തിരിക്കുന്നത് പബ്ലിക്കിന്റെ വികാരം തോടുകൂടിയാണ് ഇത് റേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ മനോജ് ജോസ് സാർ റേസ് ചെയ്ത ഒരു പർട്ടിക്കുലർ, അത് ടോട്ടലി ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഇത് ശ്രീ വത്സൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ താല്പര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു FIR ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആന്റിസിഡന്റ് അവിടെ മനോജ് ജോസ് സാർ അവിടെ റേസ് ചെയ്ത പോയിന്റ് ആന്റിസിഡന്റ് എന്നായിരുന്നു. ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ പൂർവ്വകാല ചരിത്രവും കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കണമെന്നും കൂടി ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ചിൽ ബോധിപ്പിച്ചായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അപ്പൊ ഇതിനുള്ള
GST-മായിട്ട് ഇപ്പോൾ ഹൈറിച്ചിന്റെ GST-മായിട്ടുള്ള ഡോക്യുമെന്റ്സും അതുമായിട്ട് ഇപ്പം അതിന്റെ കൗണ്ടർ റെസ്പോൺസിൽ റേസ് ചെയ്തിരിക്കുന്ന അലിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള അപ്രൂവ് ചെയ്യുന്ന ഫർദർ ഡോക്യുമെന്റ്സ് എന്താണ് സത്യം എന്നുള്ള ഡോക്യുമെന്റ്സ് അത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ FIR, ഇതൊരു പബ്ലിക്കിന്റെ വികാരം കൊണ്ടുള്ള ഒരു FIR അല്ല, ഒരാളുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടുള്ള FIR എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഹൈറിച്ചിന്റെ അഡ്വക്കേറ്റ്സ് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പൂർണ്ണ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയും ബാക്കിയുള്ള ഫർദർ സ്റ്റെപ്സിന് വേണ്ടി അവിടെ മനു ജോസ് സാറ് കുറച്ച് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആ കേസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 29 മെയിലാണ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ വെക്കേഷൻ കോർട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 18th മുതലൊക്കെയാണ്, 18th ഏപ്രിൽ മുതൽ, അല്ല സോറി 15th ഏപ്രിൽ മുതലാണ് തോന്നുന്നു വെക്കേഷൻ കോർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഒരു ഓൾമോസ്റ്റ് 1 month വെക്കേഷൻ കോർട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ ബാക്കി ഫർദർ പോസ്റ്റിംഗ്സിന് വേണ്ടി, ഇപ്പോൾ ഫർദർ ഹിയറിംഗ്സിന് വേണ്ടി ഇപ്പോൾ ഡേറ്റ് നോക്കുമ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റുകളെല്ലാം നോക്കുമ്പോൾ അതായിരിക്കണം മെയിൻ റീസൺ. എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്ന് പ്രൂവ് ചെയ്യും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പീൽ പ്രോസസ്സും ബാക്കിയുള്ള സ്റ്റേ ആപ്ലിക്കേഷൻ, സെയിൽ പ്രൊസീഡ്സ്, പബ്ലിക് ഓപ്ഷൻ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഇന്ററിം ഓർഡർ ജസ്റ്റിസ് CS സുധാ മാമിന്റെ ബെഞ്ചിൽ നിന്ന് വന്നു കഴിഞ്ഞു. അത് 2nd ജൂണിലാണ്. ഇനിയിപ്പോൾ ബാക്കി ഫർദർ കാര്യങ്ങൾ ഇനി അവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത്. അതുപോലെ ഈ FIR പോസ്റ്റ് ചെയ്യുന്നത് ശ്രീ വത്സന്റെയും അതുപോലെ മനു MJയുടെയും ഈ 2 കേസുകൾ ഒരുമിച്ച് തന്നെയാണ് അത് പരിഗണിച്ചിരിക്കുന്നത് ജസ്റ്റിസ് BG സാറിന്റെ ബെഞ്ചിൽ. അത് ഇപ്പോൾ ഇനിയിപ്പോൾ ഫർദർ ഹിയറിംഗ്സിന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 29 മെയിലാണ്. സോ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഈ 2 കേസ് അപ്ഡേറ്റ്സും ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ സെഷൻ നടത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.